എല്ലാവർക്കും അടുക്കള രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മിക്സ്ചറാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വീട്ടിൽ തന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയതാണ്. മിക്സ്ചർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കടലമാവ്, ഇതുപോലുള്ള ഗ്ലാസ്സിന് 3 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല, പൊട്ടുകടല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ചെറിയൊരു ഉണ്ട വെളുത്തുള്ളി. ഇത് തോലോടുകൂടി ഒന്ന് ചതച്ചതാണ്. ഒരുപാട് ചതഞ്ഞു പോകണ്ട, അതിന്റെ തൊലി ഒന്ന് പൊട്ടിയാൽ മാത്രം മതി. കറിവേപ്പില, ഉപ്പ്, കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം. ഇനി ആവശ്യമുള്ളത് എണ്ണയാണ്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ എങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഞാൻ എടുത്തു വെച്ചിരുന്ന മാവ് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് ഉപ്പിടാം. ഇപ്പോൾ ഒരുപാട് ഉപ്പിടണ്ട. നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കിയ ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. കാരണം നമ്മൾ മിക്സ്ചറിന് അല്ലാതെ തന്നെ ഉണ്ടാക്കി വരുമ്പോഴൊരു നിറമൊക്കെ കിട്ടും. പിന്നെ കുറച്ചും കൂടെ ഒരു നിറം വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുഴയ്ക്കുമ്പോൾ ഒരുപാട് മുളക് പൊടി ചേർക്കണ്ട. മുളക് പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവസാനം മിക്സ് ചെയ്യുന്ന സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ആദ്യം മുളക് പൊടി കുറച്ച് ഇട്ട് കുഴയ്ക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ വറുത്തെടുത്ത ശേഷം അവർക്കുള്ള ഭാഗം മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് വേണം എല്ലാ ചേരുവകളും ചേർക്കാൻ. ഇനി ഇതിലേക്ക് സ്വല്പം എണ്ണ ഒഴിക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ കട്ടിയായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി കൈ കൊണ്ട് കുഴയ്ക്കാം. കുഴയ്ക്കുന്നതിന് മുൻപ് കയ്യിൽ സ്വല്പം എണ്ണ തേച്ചിട്ട് കുഴയ്ക്കാം. ഇപ്പോൾ മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു വേണം ഇതുപോലെ കുഴച്ചെടുക്കാൻ. ഇതാണ് പരുവം. ഒരുപാട് കട്ടിയായി പോകരുത്, ഒരുപാട് ലൂസും ആവരുത്. നമ്മൾ സേവനാഴിയിലൂടെ പിഴിയുന്ന സമയത്ത് നന്നായിട്ട് ഇറങ്ങി വരണം. ഉണ്ടാക്കുന്നതിന് മുൻപേ അത് കറക്റ്റ് ആണോ എന്നറിയാൻ സ്വല്പം മാവെടുത്ത് സേവനാഴിയിലിട്ട് ഒന്ന് പിഴിഞ്ഞ് നോക്കുന്നത് നല്ലതാണ്. ഇനി ബൂന്തിക്കുള്ള മാവൊന്ന് കലക്കിയെടുക്കാം. സ്വല്പം മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടി. ഇനി വെള്ളം ചേർത്ത് ഒന്ന് ലൂസായിട്ട് വേണം കലക്കിയെടുക്കാൻ. കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കണം. ഇതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുത്താൽ കട്ടയുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാനും പറ്റും. ഇതാണ് പരുവം. പിന്നെ ഒരു സേവനാഴി വേണം. ഇതുപോലെ വളരെ ചെറിയ കിഴുത്തയോട് കൂടിയ ചില്ലെടുക്കണം. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചില്ലാണ് വേണ്ടുന്നത്. സേവനാഴിയിൽ മാവ് നിറയ്ക്കുന്നതിന് മുൻപ് സ്വല്പം എണ്ണ ഈ സേവനാഴിയിലും ചില്ലിലും ഒന്ന് പുരട്ടി കൊടുക്കണം.
മാവ് നന്നായിട്ട് വരുന്നുണ്ടോയെന്നറിയാൻ നമുക്ക് ആദ്യം കുറച്ചൊന്ന് പിഴിഞ്ഞു നോക്കാം. നന്നായി വരുന്നുണ്ട്. മാവ് സേവനാഴിയിലൂടെ പിഴിയുന്ന സമയത്ത് മാവ് പുറത്തേക്ക് വരാൻ വല്ല പ്രയാസവും തോന്നുകയാണെങ്കിൽ സ്വല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്ത് മാവ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. മിക്സ്ചർ ഉണ്ടാക്കാൻ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പരന്ന അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. മാവ് വട്ടത്തിൽ ചുറ്റി ഒഴിക്കാൻ പരന്ന പാത്രമാണ് നല്ലത്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇനി സേവനാഴിയിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ മാവ് പിഴിയുന്നതിന് മുൻപ് തീ കുറച്ച് വെക്കണം. പിന്നെ ചൂട് കുറയുന്ന അനുസരിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് മാവ് പിഴിഞ്ഞു കൊടുക്കാം. ഒരു വശം മൂത്താൽ മറിച്ചിട്ട് കൊടുക്കണം. ഇത് മൂക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഈ പരുവത്തിൽ കോരി മാറ്റണം. ഇത് നമ്മൾ കോരി വെച്ച ശേഷം ഇരുന്നൊന്ന് മൂക്കും. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതേ പരുവത്തിൽ വേണം മാവ് എടുക്കാൻ. നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവ് കട്ടിയായിട്ടുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയാൽ മതി. ബൂന്തിയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് കിട്ടണം. ഇപ്പോൾ കപ്പലണ്ടി മൂത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് പൊട്ടുകടല ഇടാം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ഇടാം. വെളുത്തുള്ളി എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിന്റെ തോലൊന്ന് പൊട്ടിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കണം. കറിവേപ്പില ആദ്യം ഇടുമ്പോൾ എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇട്ട ശേഷം ഒന്ന് മാറി നിൽക്കണം.
ഇപ്പോൾ വറുത്തെടുക്കുന്ന ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിക്സിംഗ് മാത്രമാണ്. ഇത് മിക്സ്ചറിൻ്റെ വലിപ്പത്തിലൊന്ന് ആദ്യം പൊടിച്ചെടുക്കാം. ഒന്ന് പതുക്കെ അമർത്തി കൊടുത്താൽ തന്നെ ഇതൊന്ന് പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ മിക്സ്ചർ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബൂന്തി ഇടാം, കപ്പലണ്ടി, പൊട്ടുകടല, കറിവേപ്പില, വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇതുപോലൊന്ന് ഞെവിടിയിടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ മിക്സ്ചറിൽ നന്നായിട്ട് വരും. കറിവേപ്പില അതുപോലെ തന്നെയാണ്. കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടുന്നതാണ് നല്ലത്. ഈ സമയത്ത് ഉപ്പും എരിയൊക്കെ ഒന്ന് നോക്കാം. കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും എരിയൊക്കെ പാകത്തിനുണ്ട്. പിന്നെ ഒരു കളറിന് വേണമെങ്കിൽ സ്വല്പം മുളക് പൊടിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. ഒരു നുള്ളു ഉപ്പ് കൂടി ഇടാം. സ്വല്പം കായപ്പൊടി, ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും വീട്ടിൽ മിക്സ്ചർ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ആർക്കും ഉണ്ടാക്കാൻ പറ്റും, അത്ര സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക, പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇനിയും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.